ഓം ശ്രീനാരായണ പരമഗുരവേ നമ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരുദേവൻ രമണ മഹർഷിയെ കാണുവാൻ വേണ്ടി പോയ കാര്യങ്ങൾ നിങ്ങൾ പലരും കേട്ടിരിക്കും. അതേപോലെ മഹർഷിയുടെ സമീപം ഒന്നിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ എഴുതി കൊടുത്ത ഒരു കൃതിയെ ഉണ്ട്, മുനിചര്യാ പഞ്ചകം. ഒരു മുനി എങ്ങനെയായിരിക്കണം, അത് മുനിക്ക് പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും ബാധകമല്ല. എന്നിരിക്കലും മുനി സ്വാഭാവികമായിട്ട് എങ്ങനെയാണ് വസിക്കുന്നത്, ജീവിത രീതി എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഗുരു എഴുതി കൊടുത്ത ഒരു കൃതിയാണ്. അപ്പം നമ്മൾ ചിന്തിക്കാം, നമ്മൾ സാധാരണ ആളുകൾ ഈ മുനിയുടെ ചര്യകൾ അറിഞ്ഞിട്ട് എന്ത് കാര്യം? സ്വാഭാവികമായിട്ട് ചിന്തിക്കാവുന്നതാണ്. ഗൃഹസ്ഥാശ്രമികൾ ഒരു മുനിയാകാൻ താല്പര്യമില്ലാത്തവരുണ്ട്, അല്ലെങ്കിൽ പരിപൂർണമായി ഗൃഹസ്ഥാശ്രമമൊക്കെ ഉപേക്ഷിച്ച് ആധ്യാത്മികമായിട്ട് ഒരു തലത്തിലേക്ക് മാറാൻ താല്പര്യമില്ലാത്ത ധാരാളം പേരുണ്ട്. പിന്നെ ഈ ആധ്യാത്മികതയൊക്കെ ചെറിയ രീതിയിലൊക്കെ ഒരു സൈഡായിട്ട് മനസ്സിലാക്കി പോകാൻ, അല്ലെങ്കിൽ അതൊന്ന് പഠിക്കുക, ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് പഠിക്കുക എന്നൊക്കെയുള്ള ആളുകളുമുണ്ട്. അതൊക്കെ ഉള്ളപ്പോഴും നമ്മളിത് പഠിക്കുമ്പോൾ, നിഷ്പക്ഷമായിട്ട് നമ്മൾ നോക്കുമ്പോൾ, ഇതിൽ നിന്ന് ഒരു സാധാരണ മനുഷ്യന് എന്താണ് ഉൾക്കൊള്ളുവാനായിട്ട് ഉള്ളത്, അതിൻ്റെ ഒരു ഗുണപാഠം. നമ്മൾ മഹർഷിയൊന്നും ആകണ്ടെങ്കിൽ പോലും ഇതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു പാഠമുണ്ട്. അപ്പോൾ ഗുരു അതിനകത്ത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഭുജ കിമുപദാനതാം കിമുന കുംഭിനി മഞ്ജതാം വ്രജേത് വ്രജിനഹാരിണി സ്വപദപാദിനി മേദിനി. അതിങ്ങനെ അങ്ങ് പോവുകയാണ്. അപ്പോൾ ഭുജ കിം ഉപദാനതാം, ഇങ്ങനെയുള്ള സർവസംഘ പരിത്യാഗിയായിട്ടുള്ള മുനിയായിട്ടുള്ള ആൾക്ക് സ്വാഭാവികമായിട്ടും തലയണയൊന്നും കൊണ്ടു നടക്കാൻ പറ്റില്ല. എവിടെയെങ്കിലും താമസിക്കുകയാണെങ്കിൽ ശരി, തലയണ ഉപയോഗിക്കാം. പക്ഷേ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ശരീരബോധം ആ രീതിയിൽ നിലനിർത്താത്ത ഒരാൾ, അയാളെ സംബന്ധിച്ചിടത്തോളം തലയണ ഉണ്ടെങ്കിൽ മാത്രമേ ഉറക്കം വരൂ എന്നുള്ളത് ഇല്ല. അതുകൊണ്ട് പറയുകയാണ് ഭുജ കിം ഉപദാനതാം. അവൻ്റെ കൈത്തലം തന്നെ എന്തുകൊണ്ട് ഉപദാനമായിക്കൂടാ, തലയണ ആയിക്കൂടാ? ഭൂമി എന്തുകൊണ്ട് കിടക്ക ആയിക്കൂടാ? കിമുന കുംഭിനി മഞ്ജതാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിൽ നിന്ന് തന്നെ നമ്മൾക്ക് സാധാരണ ആളുകൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന, നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾക്ക് എത്ര പണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾക്ക് ഒന്ന് കിടന്നുറങ്ങുവാൻ ഒരുപാട് സുഖസൗകര്യങ്ങളുടെ ആവശ്യമില്ല. ഉള്ളപ്പോൾ അത് ഉപയോഗിക്കാം. പക്ഷെ ഇല്ല എന്ന് വിചാരിച്ച് അതിന് പരിഭവപ്പെടേണ്ടതായിട്ടോ പരാതിപ്പെടേണ്ടതായിട്ടോ ടെൻഷൻ ആകേണ്ടതായിട്ടോ ആവശ്യമില്ല. ഇത് ഒരു നമ്മളുടെ സാധാരണ ജീവിതത്തിൽ എന്തുകൊണ്ട് നമുക്ക് ഒന്ന് പ്രാവർത്തികമാക്കിക്കൂടാ? നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ഉള്ളത് കൊണ്ട് തൃപ്തിയായി എങ്ങനെ ജീവിക്കാമെന്നുള്ള ഒരു മെസ്സേജ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ആ ഒരു മെസ്സേജ്, അല്ലെങ്കിൽ അങ്ങനൊരു ജീവിതചര്യ നമ്മളാരും പരിഗണിക്കാറില്ല. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അപ്പം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പണം സമ്പാദിച്ച് വലിയ വീട് വെച്ച് അതിനകത്ത് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ഒരുക്കി അതിനകത്ത് നമ്മൾ കിടന്നുറങ്ങുകയാണ്. ആയിക്കോട്ടെ, പക്ഷേ ഇത്രയും സൗകര്യങ്ങളുണ്ടായിട്ടും 1 മണിക്കൂർ പോലും സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റാത്ത രീതിയിൽ പ്രശ്നങ്ങളുള്ളപ്പോൾ ഇതുകൊണ്ട് എന്ത് പ്രയോജനം? അപ്പോൾ പണമുണ്ടാക്കാനും മറ്റു കാര്യങ്ങൾ വെട്ടിപ്പിടിക്കാനുള്ള ശ്രമത്തിൽ നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഒരുപക്ഷെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്തായിരിക്കാം. അപ്പോൾ പലർക്കും ടെൻഷൻ കൂടുമ്പോൾ അവർ
എന്തു ചെയ്യും? ഒരു സ്മോളൊക്കെ അടിച്ച്, പ്രത്യേകിച്ച് ഇപ്പോഴൊക്കെ ആണെങ്കിൽ സ്മോൾ അടിക്കണ്ട, വേറെ ഒരുപാട് മരുന്നുകളുണ്ട്, അത് ഉപയോഗിക്കുന്നു, ഉറങ്ങുന്നു. അത് ഉറക്കമല്ല, അതൊരുമാതിരി മയക്കമാണ്, സ്വബോധം നഷ്ടപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതം. അപ്പോൾ നമ്മൾ മഹാന്മാരെ നിരീക്ഷിക്കുമ്പോൾ, അവരെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ, അവരിൽ നിന്ന് നല്ല കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുക, സ്വാംശീകരിക്കുക. അത് ഗൃഹസ്ഥാശ്രമിയായാലും ബ്രഹ്മചാരി ആയാലും ആരായാലും അത് അവൻ്റെ ജീവിതത്തിൽ അതൊരു മുതൽക്കൂട്ടായിരിക്കും. ഒന്നിലും കടുംപിടുത്തം പിടിക്കാതെ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയും ബൗദ്ധികമായ തലവും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് നമ്മൾക്ക് ഗുണമേ ചെയ്യുള്ളൂ. തീർച്ചയായിട്ടും സാധിക്കട്ടെ. ഏവർക്കും നമസ്കാരം.